6ാം ക്ലാസ് താരീഖ് പാദവാർഷിക പരീക്ഷയുടെ ഇന്ന് കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഇന്ന് പരീക്ഷയ്ക്ക് സാധ്യതയുള്ള വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ഇന്നലെ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ ചോദ്യപേപ്പറിലുണ്ട്. അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങൾ, അതിൻ്റെ ആൻസറുകൾ നമുക്ക് പരിശോധിക്കാം. യോജിച്ചവ ചേർക്കാം ഒന്നാമത്തെ. അതിൽ 6 ചോദ്യങ്ങളാണുള്ളത്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവർ, അവർക്ക് ഇതിലെന്താ പറയുക, ഹാഫിളുകൾ എന്നാണ് പറയുക. പൊതു ഖജനാവ്, അതിന് ബൈത്തുൽ മാൽ എന്നാണ് പറയുക. ഇസ്ലാമിക ഭരണാധികാരിക്ക് ഖലീഫ എന്ന് പറയും. ഇസ്ലാമിക നികുതി സമ്പ്രദായത്തിന് ജിസിയ എന്ന് പറയും. ഖലീഫയെ അംഗീകരിച്ചു കൊണ്ടുള്ള പ്രതിജ്ഞക്ക് ബൈഅത്ത് എന്നാണ് പറയുക. വെള്ളി നാണയത്തിന് ദിർഹം എന്നാണ് പറയുക. ഇതൊക്കെയും ഓരോ പാഠത്തിൻ്റെ അവസാനത്ത് പച്ച നിറത്തിലുള്ള വാക്കുകളിൽ കൊടുത്തിട്ടുണ്ട്. 2 3 ഒക്കെയും എല്ലാ പാഠത്തിൻ്റെ അവസാനം ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചവർക്കൊക്കെയും ആൻസർ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ രണ്ടാമത്തെ ചോദ്യം ശരിയായ നേരെ എന്ത് ചെയ്യാം, ശരി അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ആദ്യ നാമം അബ്ദുൽ കഅബ എന്നാണ് ആദ്യ നാമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മുസ്ലിംകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മുസ്ലിം ആയ ശേഷം ഇസ്ലാം ഉപേക്ഷിച്ചവർക്ക് എന്താ പറയുക, മുർത്തദ് എന്നാണ് പറയുക. മുൻ വേദക്കാരായ ആളുകൾ, അവർക്ക് അഹ്ലുൽ കിതാബ് എന്നാണ് പറയുക. അഞ്ചാമത്തത്, എനിക്ക് വഹിക്കാൻ കഴിയാത്ത ഒരു ഭാരമാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞത് ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. മൂന്നാമത്തത് 2 വീതം എഴുതാം. ഒന്ന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമനായ കാര്യങ്ങൾ ഏതൊക്കെയാണ്? കുറേ 5 കാര്യങ്ങളോളം ഒന്നാമത്തെ പാഠത്തിലുണ്ട്. ഒന്ന്, പുരുഷന്മാരെന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ ഖലീഫ എന്നുള്ള സ്ഥാനപ്പേര് ആദ്യമായി, മുസ്ഹഫ് ഒരു ഗ്രന്ഥമായിട്ട് അല്ലേ ഒരുമിച്ച് കൂട്ടിയ ആളാണ്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാമനാണ്. ഈ രണ്ടാമത്തെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പ്രധാന ഭരണ നേട്ടങ്ങൾ 2 ഇതാണ്. ഒന്ന്, സക്കാത്ത് നിഷേധിച്ചവർക്കെതിരെയുള്ള പോരാട്ടം. മറ്റൊന്ന്, ഖുർആൻ സമാഹരണം. പിന്നെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രധാനമായിട്ടും. മൂന്നാമത്തത്, കള്ളപ്രവാചകന്മാർക്കെതിരെയുള്ള സമരം ചെയ്യൽ. ഇതൊക്കെ. മൂന്നാമത്തെ, ഉമർ റളിയല്ലാഹുവിൻ്റെ സാമൂഹികമായ ഭരണ നേട്ടങ്ങൾ 2 ഇതാണ്. ഒരുപാടുണ്ട്. സാമൂഹികം പറഞ്ഞിട്ടുണ്ട്, സാംസ്കാരികവും പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയങ്ങൾ 3 നേട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാമൂഹികമായ 2 നേട്ടങ്ങൾ, ഒന്ന് ഭക്ഷ്യ സുരക്ഷ, മറ്റൊന്ന് യാത്രാ സൗകര്യങ്ങൾ. ഈ 2 ഉള്ളത്. നാലാമത്, ഉത്തരം എഴുതാവുന്ന. അന്ത്യനാളിൽ എൻ്റെ ചുമടുകൾ നീ വഹിക്കുമോ? ഇത് ആരോട് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. രണ്ടാമത്തെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് എത്ര വർഷമാണ്? 2 വർഷം 3 മാസം 8 ദിവസവുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുക്കാനുള്ള കൂടിയാലോചന നടന്നത് എവിടെ വെച്ചായിരുന്നു? ദാറുൽ അർഖം എന്നുള്ള സ്ഥലത്ത് വെച്ചാണ്. അഞ്ചാമത്തത്, പേര് എഴുതാം. അമീറുൽ മുഅ്മിനീൻ എന്ന പേര് ആദ്യമായി അറിയപ്പെട്ട ഭരണാധികാരിയാരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 2, തബൂക്ക് യുദ്ധത്തിന് സഹായം നൽകിയ മഹാനായ സ്വഹാബിയാരാ? ഉസ്മാൻ ഇബ്നുൽ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 3, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹു അടുക്കൽ സൂക്ഷിച്ചിരുന്ന മുസ്ഹഫ് പകർത്തി എഴുതാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അഭ്യർത്ഥിച്ച ആരോട്? സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട്. 4, ആശയം അർത്ഥം എഴുതാനാണ്. 1, അല്ലാഹുമ്മ റളി ഉസ്മാൻ ഫഇന്നി അൻഹു റാദി. അല്ലാഹുവേ, ഉസ്മാനെ തൃപ്തിപ്പെടണേ, ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. 2, അല്ലാഹുമ്മ റസുഖ്നി ഷഹാദതൻ ഫീ സബീലിക വജഅൽ മൗതി ഫീ ബലദി റസൂലിക. അല്ലാഹു, എന്നെ നീ നിൻ്റെ റസൂലിൻ്റെ നാട്ടിൽ ഷഹീദായി മരിപ്പിക്കണേ എന്നതിൻ്റെ അർത്ഥം. നീ പൂരിപ്പിക്കാം. 7, ഇത് ഞാൻ കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു, ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിൻ്റെ ഭരണമാണ്. ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ മുഴുവനും എഴുതിയിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.